ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനെ ജസ്റ്റ് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 9:46 ഞാൻ ഇതുവരെ എൻ്റെ ഓർഡർ ബുക്കും പൊസിഷനും ഇതുവരെ ട്രേഡൊന്നും എടുത്തില്ല. കാരണം എനിക്കൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഇന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് മേളിലൊരു ക്ലോസ് കിട്ടി റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ലൈനെ മാർക്കറ്റ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഓക്കെ, നമ്മുടെ പൊസിഷൻസ് ഞാനൊന്നും എടുത്തിട്ടില്ല, കൺഫേം ചെയ്തിട്ടുണ്ട്. വലിയൊരു ക്യാൻഡിലായിപ്പോയി ട്രേഡേഴ്സ് ഫോം ചെയ്തത്. നമുക്കിനി വേറെ വല്ല ട്രേഡും കിട്ടുമെന്ന് നോക്കാം. ട്രേഡേഴ്സ്, ഞാൻ അടുത്തൊരു ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട്. 48,700 പുട്ട് ഓപ്ഷനാണ്. എനിക്ക് ഇതിന് മുന്നേ നമ്മുടെ രാവിലത്തെ മോർണിംഗ് സെറ്റപ്പിലെ ട്രേഡ് എനിക്ക് മിസ്സായിരുന്നു ട്രേഡേഴ്സ്. അത് ഒരു വലിയ ക്യാൻഡിലായിപ്പോയി, റീടെസ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞുള്ളൊരു ട്രേഡ് എനിക്ക് മിസ്സുമായി, സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എഗനിസ്റ്റാണ് നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ നമുക്ക് എഗനിസ്റ്റാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേ 463 നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പം 38 പോയിൻറ്റ്സ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. തെറ്റിപ്പോയി, SLM അല്ലല്ലോ, SL അല്ലേ കൊടുക്കണ്ടേ. ഓക്കെ, 463.58 കിട്ടി. അപ്പോൾ 426ഉം 427 ട്രിഗർ പ്രൈസും. ഓക്കെ, ഒരു നല്ലൊരു ഹെവി ലോസ് നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. 4,000+ൻ്റെ ഒരു 5,000+ൻ്റെയാണ് നമ്മളിവിടുന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം. 439. അപ്പോൾ ഒരു 3,000ൻ്റെ ലോസ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഈ ഒരു 25 ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ എൻട്രി കിട്ടിയത്. സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78ൻ്റെ ആവശ്യം വരില്ല. ഈ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ഏകദേശം 78 പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഈ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യും. അപ്പം ചെറിയൊരു ലോസ് ഇപ്പോഴും റണ്ണിങ് ആണ് ട്രേഡേഴ്സ്. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഈ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കണം ജസ്റ്റ് ഒന്ന് നല്ലൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ലൈനെ മാറ്റിയേക്കാം, കാരണം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആകണ്ട. താഴത്തെ ലൈനാണ് ട്രേഡേഴ്സ് നമ്മുടെ 940 ക്യാൻഡിലിൻ്റെ. ഇപ്പോൾ ഒരു 1,300 1,600ൻ്റെ ലോസ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം മാർക്കറ്റ് താഴത്തോട്ട് വരുവാണെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് ഈസിലി അച്ചീവബിൾ ആണ്. കാരണം ഇവിടുന്ന് എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ച് ഇനി ഇവിടുന്ന് താഴത്തോട്ട് വീഴാനാണ് മാർക്കറ്റിന് ചാൻസ്. ഓക്കെ, പക്ഷേ വേറൊരു പ്രശ്നം കൂടി ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ചാർട്ടിൽ ഇത് കണ്ടോ, ഇതൊരു ബൈയിങ് സോണാണ്. ഈ ബൈയിങ് സോണിൽ ഇവിടെ മാർക്കറ്റ് ജസ്റ്റ് ഞാൻ വരച്ചാണ്. ഇവിടെ കണ്ട, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഡബിൾ ബോട്ടം മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഡബിൾ ബോട്ടത്തിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും ട്രേഡേഴ്സ്. പക്ഷേ ആ ബ്രേക്ക് ഔട്ട് കണ്ടിട്ട് ഒരുപാട് പേര് ബൈ എൻട്രി എടുത്തിട്ടുണ്ടാവും. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് താഴത്തുണ്ടാവും എന്നുള്ളൊരു കരുതലിലും കൂടിയാണ് ഞാൻ താഴത്തോട്ട് എൻട്രി എടുത്തേക്കുന്നത്. സോ ഡബിൾ ബോട്ടം സസ്റ്റെയിൻ ചെയ്താൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ട്രേഡേഴ്സ് ഹിറ്റ് ആവുന്നത്. ഇപ്പോൾ ഏതായാലും അഗെയിൻ ബാക്ക് ടു ആക്ഷൻ ഗ്രീനിൽ വന്നിട്ടുണ്ട് ട്രേഡേഴ്സ്. ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കോസ്റ്റിലേക്ക് വീണ്ടും തിരിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പം എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വയ്ക്കാം ട്രേഡേഴ്സ്. ലിമിറ്റ് ഓർഡർ 4513. ഓക്കെ, ഇതാണ് നമ്മളുടെ ടാർഗറ്റ് ട്രേഡേഴ്സ്.
നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ഒരു 493 ജസ്റ്റ് ഒരു 10-13 പോയിൻറ്റ്സിൻ്റെ ദൂരമാണ് നമുക്കിനി ഇപ്പോൾ ടാർഗറ്റിലേക്കുള്ളത്. ഓക്കെ, അപ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 7,000+ ആയിരിക്കും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇനിയിപ്പം ഒരു 5,000 എബോവ് ഒക്കെ പ്രോഫിറ്റ് കാണിച്ചാണ് ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഇല്ല. മാർക്കറ്റ് ഇവിടുന്ന് തിരിയുവാണ്, നമുക്ക് എഗനിസ്റ്റ് വരുവാണെങ്കിലും നമ്മൾ കോസ്റ്റിൽ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു 3-4 പോയിൻറ്റ്സ് വല്ലതും പ്ലസ് വെച്ചിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്തേക്കും. അപ്പം ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് അവിടുന്ന് മാർക്കറ്റ് വീണ്ടും തിരിയുന്നുണ്ട്. നമുക്ക് ഏതായാലും ജസ്റ്റ് നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം, ടാർഗറ്റിനെ എഡിറ്റ് ചെയ്തിട്ട്. ഇനിയിപ്പം തിരിയുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ കോസ്റ്റിൽ തന്നെ നമുക്ക് ഈ ട്രേഡിൽ എക്സിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. 466ഉം 467ഉം. ഓക്കെ, ഇപ്പോൾ വയ്ക്കേണ്ട താമസം നമ്മുടെ ഹിറ്റായില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന്. ഓക്കെ, ഇത്രയും താഴത്ത് വന്ന് ജസ്റ്റ് ഒരു 10-13 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് റിട്ടേൺ ആയത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും വച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇൻടാക്റ്റാണ്. അഗെയിൻ ഇനി ഇവിടുന്ന് താഴത്തോട്ടാണ് ഫോളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസിന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് വയ്ക്കാം. കണ്ടോ, എക്സാക്ട്ലി ആ ക്യാൻഡിൽ നല്ലൊരു മൊമെൻറ്റവും പ്രീമിയത്തിലും നല്ലൊരു സ്പൈക്ക് വന്നായിരുന്നു ട്രേഡേഴ്സ്. ഞാൻ അത്രയും താഴത്തോട്ട് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു 13 പോയിൻറ്റ്സ് ഒക്കെ കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടുന്ന് തന്നെ ആ ക്യാൻഡിൽ തന്നെ റിജക്ഷൻ ആയതാ. നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ഞാൻ അടുത്തൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, 48,800ൻ്റെ പുട്ട് ഓപ്ഷൻ. ഓക്കെ, എനിവൈസ് ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 1,500 1,300ൻ്റെ നമ്മൾ 48,800ൻ്റെ പുട്ട് ഓപ്ഷനാണ് ഇന്ന് എടുത്തത്. നേരത്തെ നമ്മൾ 48,700ൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തതാണ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. അത് കഴിഞ്ഞത് പ്രോഫിറ്റും ആയിരുന്നു കേട്ടോ, പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്ത് പോയായിരുന്നു. ഓക്കെ, ഏതായാലും നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇത് അറിയാമല്ലോ, നമ്മളുടെ 940യുടെ ലൈനാണ്. അപ്പോൾ ആ ലൈനിനെയും കൂടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ജസ്റ്റ് ഒരു 60, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 70 പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. 78 വയ്ക്കേണ്ട, കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അപ്സൈഡ് ആയിരിക്കും പോകുന്നത്. സോ നമുക്ക് ആ ക്യാൻഡിൽ എക്സാക്ട്ലി ആ ക്യാൻഡിലിൻ്റെ ഹൈയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഒരു 1,000 റുപ്പീസ് 700 റുപ്പീസിൻ്റെയൊക്കെ ലോസാണ് റൺ ചെയ്യുന്നത്. ഏതായാലും നോക്കാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇപ്പോഴും ഒരു കൺവിക്ഷൻ താഴത്തോട്ട് വരും, അല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ടൊരു ഫോൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു നല്ലൊരു ലോസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ, 2,000 എബോവ് പോയില്ല. 950. ഏതായാലും ഒരു കാര്യം ചെയ്യേണ്ട ട്രേഡേഴ്സ്, റിസ്ക് എടുക്കണ്ട. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം. 48,800ൻ്റെ പുട്ട് ഓപ്ഷനാണ്. 150 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്തത്. 524ഉം ട്രിഗർ 525ഉം 75 പോയിൻറ്റ്സേ വയ്ക്കുന്നുള്ളൂ ട്രേഡേഴ്സ്. ആ ക്യാൻഡിലിൻ്റെ ഹൈയിൽ വരുവാണെങ്കിൽ ഓക്കെ, അഗെയിൻ നമ്മൾ ബാക്ക് ടു ആക്ഷൻ ഗ്രീനിലെത്തിയിട്ടുണ്ട്. ചെറിയൊരു കോസ്റ്റിൽ തന്നെ എന്ന് പറയാം, പറയേണ്ട താമസമുള്ളൂ തിരിച്ചവിടുന്ന്. ഇത് പറഞ്ഞാൽ അപ്പോൾ മാർക്കറ്റ് ഇത് കേൾക്കേണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പ്രോഫിറ്റിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് റെഡ് ആവും. ഓക്കെ, എനിവേസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 524ഉം 25ൻ്റെ ഇപ്പോൾ 554ൽ ട്രേഡ് റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ കോസ്റ്റിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു ഫോൾ കിട്ടിയാൽ നമ്മുടെ ലൈനിനെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഏതായാലും നമുക്ക് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് വച്ചേക്കാം 609. അപ്പോൾ ഇപ്പം ഒരു 584-85 റേഞ്ചിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 590 വല്ലതും വരുവാണെങ്കിൽ പ്ലേസ് ചെയ്യേക്കാം അല്ലേ? അപ്പോൾ ഇപ്പോഴേ പ്ലേസ് ചെയ്യണോ? അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഫോള് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഫോള് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവണമെങ്കിൽ ഒരു 5000-ൻ്റെ പ്രോഫിറ്റൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമുക്ക് കോസ്റ്റ്ലി കൊണ്ട് വയ്ക്കാം ട്രേഡേഴ്സ്. അത്യാവശ്യം തെറ്റില്ല, ഒരു 3000-ൻ്റെ ഒരു പ്രോഫിറ്റ് 2000. ഓക്കെ, ഒരു ഇഷ്യൂ ഇതേ ഉള്ളൂ, നമ്മുടെ ലൈനെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം, എന്നാലേ നമ്മൾ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യത്തുള്ളൂ. നമ്മുടെ ലൈൻ എന്ന് വെച്ചാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 940-യുടെ ക്യാൻഡിലില്ലയോ, ആ 940 ക്യാൻഡിലിൻ്റെ ലൈനാണ് നമ്മൾ ആ ബ്ലാക്കിൽ മോർണിംഗിൽ ഡ്രോ ചെയ്ത് വച്ചിരുന്നത്. സോ അതിനെയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആവുള്ളൂ. ഏകദേശം കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് നമ്മൾ എടുത്തതിന് ശേഷം കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു ഡൗൺഫോൾ വരുന്നുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിജക്ഷനാണ് കാണിച്ചതെന്നെങ്കിലും ഇപ്പോൾ വീണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള്. ഓക്കെ, നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോള് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ 609 ടാർഗറ്റ് ഒക്കെ പ്ലേസ് ചെയ്ത്. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. 595 609 ആണ് ട്രേഡേഴ്സ് നമ്മളുടെ ടാർഗറ്റ് വെച്ചേക്കുന്നത്. 598 കാണിച്ചപ്പോൾ 609 ജസ്റ്റ് ഒരു 10-12 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മളിപ്പോൾ ടാർഗറ്റിൽ നിന്ന് നമുക്കൊരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ട്രേഡിലാണെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല ട്രേഡേഴ്സ്. കാരണം നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തോട്ട് മേളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ 5000+ പ്രോഫിറ്റ് നമുക്ക് കാണിച്ചു. അപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തേക്കും. ഇനിയിപ്പം ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഇനി ഞാൻ ട്രേഡൊന്നും എടുക്കത്തില്ല ട്രേഡേഴ്സ്, കാരണം ഇപ്പോൾ 2 ട്രേഡായി മതി. അപ്പം ഒരു 598 594 600-നെ ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് ഈസിലി അച്ചീവബിൾ ആണ്. 609 ആണ് നമ്മൾ ടാർഗറ്റ് വച്ചിരിക്കുന്നത്. കാരണം എക്സാക്ട്ലി നമ്മുടെ ലൈനെ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് റിജക്ഷൻ കാണിക്കുന്നു. ഓക്കെ ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല മാർക്കറ്റിന്. താഴത്തോട്ട്. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7000+ അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഈ ഒരു ക്യാൻഡിൽ ഫോമായി, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. ജസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് വെച്ചത്. ഇപ്പോൾ അവിടെ നോക്കിയാൽ കാണത്തില്ല സ്പോട്ടിൻ്റെ ചാർട്ടിൽ, പക്ഷേ പ്രീമിയം വൈസ് നമുക്ക് 50 പോയിൻറ്റ്സ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 559 എടുത്തു, 609 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. വളരെ സിമ്പിളായ ട്രേഡായിരുന്നു. ആദ്യത്തെ ട്രേഡ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്, ആദ്യത്തെ ട്രേഡിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. അടുത്ത ട്രേഡിൽ നമ്മൾ 559 നമ്മൾ എൻട്രി എടുത്തു. 609 ഒരു 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തു. ഓവറോൾ ഒരു 7800 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.